Hello, hi, good morning, everyone. Thank you so much for joining today's meditation. നമ്മളുടെ മെഡിറ്റേഷനിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും അപ്പോൾ വളരെ അധികം സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ മീറ്റപ്പ് പ്രോഗ്രാം ഇന്നലെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. സോ ഹൗ വാസ് ദ പ്രോഗ്രാമിലേക്ക് വന്നവരുണ്ട്. ഓക്കെ, റസിയ മാം ഉണ്ട്, രാവിലെ ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. ഓക്കെ, ഹായ് സാദിഖ് ഇക്ബാൽ, സുഖമാണ് വിചാരിക്കുന്നു. സാദിഖ് ഇക്ബാലൊക്കെ ശരിക്കും നല്ല ഡിഫറെന്റ് എക്സ്പീരിയൻസിലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നോ? സാദിഖ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവോ? ഹൗ വാസ് ദ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർ, വരാത്ത ആൾക്കാർക്ക് അതിന്റെ ഒരു സന്തോഷം അറിയിക്കുക. എന്താണ്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഹൗ വാസ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രോഗ്രാം വളരെ ഉഷാറായിരുന്നു. നല്ല ചേഞ്ചസ് ഉണ്ട്. നമ്മളെ കമ്മ്യൂണിറ്റി മഷാല സൂപ്പറാണ്. അടിപൊളിയായിരുന്നു. ഓക്കെ, അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് തെറാപ്പി ഒക്കെ ചെയ്തു. തെറാപ്പി ചെയ്തിട്ട് ലൈക്ക് നിങ്ങൾ എടുത്തിരുന്ന ഇഷ്യൂസ് സീറോ ആക്കി മാറ്റിയോ? സീറോ ആയില്ല, അത് കംപ്ലീറ്റ് സീറോ ആയി മാറിയില്ലേ? ഓക്കെ, വെരി ഗുഡ്. എന്തായാലും ഇനിയും ഫർദർ എന്താ വെച്ചാൽ ഇതേപോലെ ടാപ്പ് ചെയ്യുക, സംഗതികൾ ചെയ്യുക. പലർക്കും പല ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഉണ്ട്. എന്താണ് എക്സ്പീരിയൻസ് എന്നുള്ള എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പറയുന്നത്. ഷഹാന, ആർക്കും നിന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുക കേട്ടോ. പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ് ആൻഡ് ടോക്ക് ടു മീ. ഹലോ, പറഞ്ഞോളൂ. കമർജാനാണ്. അപ്പൊ ഞാൻ ഇതുവരെ മെഡിറ്റേഷൻ ചെയ്തു. ഇപ്പൊ വല്ലാത്ത ക്ഷീണം. ഇന്നലെ അവിടുന്ന് ചെയ്തതിന്റെ ശേഷം ഭയങ്കരമായിട്ട്. അപ്പൊ അനിയത്തിക്കും അതേ പറ്റി. ഒരു പിന്നെ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അവർക്ക് ഞാന് പുലർച്ചൊക്കെ വിളിച്ചിട്ട് അവരെ എണീക്കാൻ പറ്റില്ല, അത്ര ക്ഷീണമല്ലോ. ഓക്കെ, അതായത് നമ്മളുടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട്, അവയർനെസ്സിന് വേണ്ടിയിട്ട് പറയാണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും. പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ ഈ ഒരു നമ്മുടെ ഈ തെറാപ്പി ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്ഷീണം വരും. ചിലർക്ക് ക്ഷീണം വരും, ചിലർക്ക് പനി പോലെ വരും, ചിലർക്ക് എന്താ വെച്ചാല് ഹെഡ് ഏക്ക് വരും, ചിലർക്ക് എന്താ വെച്ചാല് മറ്റുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. പറഞ്ഞതുപോലെ നല്ല പനി എനിക്കുണ്ട്, ചെറുങ്ങനെ പനിയായിരുന്നു. ഞാൻ ചേച്ചി എണിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത് വറീഡാവേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാല് നമ്മളുടെ അത് ഹീലിംഗ് നടക്കുന്നതാണ്. ഹീലിംഗ് നടക്കുന്നത് കൊണ്ടാണ് അത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങൾ എന്താ വെച്ചാൽ 2 ദിവസം കൊണ്ട് ഇതെല്ലാം നോർമൽ ആവും, ബാക്ക് ടു നോർമൽ ആവും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ടാപ്പിംഗ് തുടരുക. അതായത് ഈവൻ ദോ എനിക്ക് ഇങ്ങനെ ഒരു പനി ഉണ്ടെങ്കിൽ പോലും ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫോർഗീവ് മൈസെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, പനി എടുക്കുക. പനി എടുത്തിട്ട് ചെറുതായിട്ട് ടാപ്പ് ചെയ്യുക കേട്ടോ. പതിയെ റിലാക്സ് ചെയ്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക. നല്ല രീതിയിൽ എന്താ വെച്ചാൽ വെള്ളം കുടിക്കുക. അങ്ങനെ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എന്തൊക്കെയുണ്ട് വിശേഷം? വായക്ക പ്രോഗ്രാമിന് വന്നിരുന്നല്ലോ അല്ലെ? ഓക്കെ, ശരി. എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? വളരെ എഫക്റ്റീവ് ആയിരുന്നു. ഇഷ്യൂസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ തെറാപ്പി ചെയ്തിട്ട് ഹീൽ ചെയ്തോ? ഹീൽ ചെയ്തു. വെരി ഗുഡ്. സീറോ ആയിട്ടുണ്ടോ നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടുള്ള ഇന്റൻസിറ്റി ഒക്കെ? സീറോ ലെവലിലേക്ക് എത്തിച്ചോ? 2 കാര്യങ്ങൾ ചെയ്തിരുന്നു. 2 ഏകദേശം സീറോയിലേക്ക് എത്തി. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, എന്താണ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവരോട് എന്താ പറയാനുള്ളത്? ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ പരമാവധി അറ്റൻഡ് ചെയ്യണം. അത് ജീവിതത്തിലും പിന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും ഒക്കെ നല്ല മാറ്റങ്ങൾ വരുത്തുമെന്ന് തന്നെയാണ് എനിക്ക് അവരെ ഓർപ്പിക്കാനുള്ളത്. താങ്ക് യു. ഓക്കെ, അപ്പൊ പലരും ഇവിടെ എന്ന് വെച്ചാൽ ചാറ്റിൽ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? പ്രോഗ്രാം ഇസ് ഗുഡ്, ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. വേറെ ആർക്കാണ് ഷെയർ ചെയ്യാനുള്ളത് പ്രോഗ്രാമിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ്? നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണെന്ന് വെച്ചാൽ നമുക്ക് അറിയേണ്ടത്. കാരണം എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടോ? ബോഡി പെയിനോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ സ്ട്രെസ്സോ സംഗതികളോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നുണ്ടോ? ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ടോ? നേരത്തെ കമർജാൻ പറഞ്ഞ പോലെ പനി പോലെ ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ എന്താ പറയുക ക്ഷീണം പോലെ ഫീൽ ചെയ്യുകയോ ഒക്കെ സംഭവിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഹീലിംഗിന്റെ ഭാഗമാണ് അതെല്ലാം. പ്രോപ്പറായിട്ട് അപ്പൊ ഏകദേശം ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത് വെച്ചാൽ എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം സെഷൻ സ്റ്റാർട്ട് ചെയ്തതായിട്ട് എന്താ വെച്ചാൽ എല്ലാവരും ഗ്രൂപ്പിൽ ഒന്ന് അറിയിക്കട്ടോ.
ശരത്, സെഷൻ സ്റ്റാർട്ട് ചെയ്തതായിട്ട് എല്ലാവരും ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ, പ്ലീസ് ലെറ്റ് ദം നോ ദാറ്റ് സെഷൻ സ്റ്റാർട്ടഡ്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിലേക്ക് ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് വെച്ചാൽ 50 പേരെയായിരുന്നു അല്ലെ. പ്രോഗ്രാമിലേക്ക് വന്നത് 100 പേരാണ്. ശരിക്കും മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് അറിയില്ല. ഒരുപാട് പേര് വന്നു, ആ ഹാള് മുഴുവൻ നിറഞ്ഞുപോയി. അപ്പം ഒരുപാട് ആവശ്യക്കാരുണ്ട്, ഒരുപാട് പേർക്ക് ഹീലിംഗ് ആവശ്യമായിരുന്നു, ഹെൽപ്പ് ആവശ്യമായിരുന്നു. നമ്മൾ എടുത്തിട്ടുള്ള അവയർനെസ്, നോർമലി നമ്മളുടെ ക്ലാസ്സിൽ, മോർണിംഗ് ക്ലാസ്സിൽ പോലും 100 പേര് പലപ്പോഴും ഉണ്ടാകും. ഇപ്പൊ തന്നെ നമ്മൾ നോക്കി 90 പേരൊക്കെയാണുള്ളത്. പക്ഷെ പ്രോഗ്രാമിലേക്ക് എവിടെന്നറിയില്ല, ലൈക്ക് പീപ്പിൾ വർ കമ്മിങ് ലൈക്ക് എനിത്തിങ്. അപ്പം അതും മറ്റൊരു എന്താ പറയാ, നമ്മളുടെ എനർജി നമ്മൾ ഹൈ ആക്കി നിർത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പം 100-ലധികം ആൾക്കാർ, ഏകദേശം 112ഓളം ആൾക്കാർ നമ്മുടെ പ്രോഗ്രാമിൽ എന്താ വെച്ചാൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവിടെ എത്തി. നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ പ്രോഗ്രാം വിജയിപ്പിക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ബിക്കോസ് നിങ്ങളുടെ ആ ഒരു വിശ്വാസമാണ് ഇത് കാണിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക താല്പര്യമാണ് കാണിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പം ഇനി ആരെങ്കിലും എന്താ വെച്ചാൽ അതിന്റെ ഫീഡ്ബാക്കുകൾ പറയാനുണ്ടെങ്കിൽ, റസീ മാം എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ? അൺമ്യൂട്ട് ചെയ്തോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. അസ്വസ്ഥതകളുള്ളവർക്ക് മാത്രമാണോ എങ്ങനെ? ഹീലിംഗ് നടന്നവർക്ക് മാത്രമാണോ ഈ അസ്വസ്ഥതകൾ ഉള്ളത്? ഒന്നും ഇല്ലെങ്കിലോ ഹീലിംഗ് അങ്ങനെയല്ല. അല്ല, അത് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾക്കനുസരിച്ചാണ് അസ്വസ്ഥതകൾ ഉണ്ടാവുക. ഹീലിംഗ് എല്ലാവർക്കും നടക്കും. ഹീലിംഗ് ഹാപ്പൻ, അത് പല രീതിയിലാണ്. ഈ പ്രത്യേക കുഴപ്പങ്ങളൊന്നുമില്ല, ഉഷാറാണ്. പ്രോഗ്രാമിൽ വന്നിട്ട് ഉപകാരപ്പെട്ടോ? ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ തോന്നാം. 10 വയസ്സ് കുറഞ്ഞതുപോലെ തോന്നുന്ന ആ ഫീലിംഗ്. അവിടെ വന്ന സമയത്ത് എന്തോ പറഞ്ഞിരുന്നല്ലോ, ഒരു പെയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അല്ലേ, കാലിനോ കണ്ടിട്ട് അല്ലേ? അങ്ങനത്തെ ഒരു പെയിൻ അതൊന്നും ഇല്ല. ആ പെയിൻ ഉണ്ട്, ഇടത് ഭാഗത്ത് ഇങ്ങനെ അത് ഞാൻ ഹീൽ ചെയ്ത് ഇവിടെ വന്നേരം കൂടെ ഹീൽ ചെയ്ത് മാറി, സുഖമായി. വെരി ഗുഡ്, അടിപൊളി. അപ്പൊ അതാണ് എന്താ വെച്ചാൽ ഇപ്പൊ കയ്യിലിപ്പോ ഒരു മരുന്നായിട്ടാണ് നടക്കുന്നത്. എന്താ വെച്ചാൽ ഇവിടെ എല്ലാവരും എന്താ വെച്ചാൽ എന്താണ് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഹീലിംഗിനെ കുറിച്ച് വലിയ പിടിപാടില്ലായിരുന്നു. EFT ചെയ്തെങ്കിലും കൂടിയിട്ട് ഇന്നലെ അത് നല്ല ഉഷാറായിട്ട്. അതായത് EFT ചെയ്തെങ്കിലും ഹീലിംഗിനെ കുറിച്ച് വലിയ പിടിപാടില്ലായിരുന്നു. പക്ഷെ നമ്മളുടെ സെഷൻ അറ്റൻഡ് ചെയ്തപ്പോ എന്തൊക്കെയോ മനസ്സിലായോ? എന്താ സംഭവിച്ചത്? എന്താണ് അവിടെ സംഭവിച്ചത്? അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഏത് രീതിയിലാണ് ഈ വ്യത്യസ്തം വന്നത്? ഇതിനു മുൻപ് ഏത് രൂപത്തിൽ ചെയ്യാ, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അതിന്റെ ഒരു ടെക്നീക്ക് ഉണ്ടല്ലോ, അത് നല്ലോണം കിട്ടി അവിടെ. അത് നല്ലോണം മനസ്സിലായി അല്ലെ? അതായത് ശരിക്കും എന്താ വെച്ചാൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ കറക്റ്റ് ക്ലാരിറ്റി ക്ലാസ്. അതാണ് ഞാനും മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ പലർക്കും മനസ്സിലാകാതെ, പലരും EFT ഒക്കെ പലരും ചെയ്തിട്ടുണ്ടെങ്കിൽ പലർക്കും ഇതിന്റെ ഡെപ്ത് മനസ്സിലാവാറില്ല, അല്ലെങ്കിൽ പലർക്കും ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലാവാറില്ല. അപ്പൊ നമ്മുടെ സെഷന്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് സെഷൻസ് നിങ്ങൾക്ക് നൽകാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷം. വേറൊരാൾ എന്നോട് പേഴ്സണലി ഇതേപോലെ 2-3 പേര് വന്നിട്ട് എന്താ വെച്ചാൽ പറഞ്ഞു, ഈ രൂപത്തിൽ എന്താ വെച്ചാൽ ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലായി എങ്ങനെയാണ് EFT ചെയ്യേണ്ടത്, അതിന്റെ സ്റ്റെപ്സ് എന്താണ്, കാര്യങ്ങൾ എന്താണ്. അപ്പൊ എന്തായാലും ഒറ്റ ദിവസത്തെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ റിസൾട്ട് നമ്മൾ എന്താ വെച്ചാൽ പറഞ്ഞതുപോലെ ഇത് തുടക്കമാണ്. നമ്മുടെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിലും ആൾക്കാർക്ക് ഉപകാരപ്പെടാം. അപ്പൊ അടുത്ത ബാച്ച് വരുന്നുണ്ട്. അടുത്ത ബാച്ച് നിങ്ങൾ വെച്ചാൽ നമ്മുടെ EFTയുടെ ഓൺലൈൻ കോഴ്സ് വരുന്നുണ്ട്. 20-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ഓൺലൈൻ കോഴ്സ്. 20-ാം തീയതിയിലേക്ക് എന്താ വെച്ചാൽ ജോയിൻ ചെയ്യാൻ, ഡെപ്തിൽ മനസ്സിലാക്കി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ വരാൻ പങ്കെടുക്കാം. താങ്ക് യു സോ മച്ച്. അതായത് നമ്മള് സാധാരണ ഇപ്പൊ എല്ലാവരും ഫീലിംഗ് ഒക്കെ ഉണ്ടായെന്ന് പറയുന്നുണ്ടല്ലോ എല്ലാരും. പക്ഷെ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അനുഭവം ഉണ്ടായത്. കാരണം പിന്നെ സാധാരണ ഞാൻ നിലമ്പൂരാണുള്ളത്. അപ്പൊ സാധാരണ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു ഭയങ്കര ക്ഷീണവും രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇന്നലെ ഇവിടെ വന്നപ്പോൾ മുതൽ തന്നെ വളരെ ഒരു പ്രസന്റ് ആയിട്ടുള്ള ഒരു നല്ല മൂഡായിരുന്നു. ഇപ്പൊ രാവിലെ ആണെങ്കിലും വളരെ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റ് അസ്വസ്ഥതകളോ തലവേദനയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അല്ല അതാണ് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ഇഷ്യൂസിനനുസരിച്ചും ഓരോരുത്തരുടെ എനർജി ലെവലിനനുസരിച്ചും അത് മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് കുറച്ച് നല്ല എന്താ പറയാ സങ്കടങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതെന്ന് വെച്ചാൽ അതിന്റെ ടോക്സിൻസ് ഇളകിയിട്ട് അത് കാം ഡൗൺ ആവാൻ, അതൊന്ന് ബാലൻസ്ഡ് ആവാൻ ടൈം എടുക്കും. അവർക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. കാരണം അത്രയ്ക്കും നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ചില സംഗതികളായിരിക്കും ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും.
ചിലരെ സംബന്ധിച്ചിടത്തോളം അത്ര ബാധിച്ചിട്ടുള്ള അവരെ എനർജി ബാധിക്കാത്ത രൂപത്തിൽ. പക്ഷെ ചിലപ്പം 1-2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ എന്താ വെച്ചാൽ ഇതേപോലെ നിങ്ങൾ വേറെ ഇഷ്യൂസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഹൈ എനർജിയാണ് സാദിക്കാലങ്ങൾ. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഹൈ എനർജിയിലാണ് പോകുന്നത് സാദിക്. അത് അങ്ങനെയാണ്. എന്താ വെച്ചാൽ പല എക്സ്പീരിയൻസ് ആയിരിക്കും പലർക്കും ഉണ്ടാവും കേട്ടോ. ഇന്നലത്തെ സ്റ്റേജിൽ ഇരുത്തിരുന്ന മുഖത്തെ കാണുന്നു മോസിൻ. അതെ, സ്റ്റേജിൽ ഇരുന്ന ആളാണ് സാദിഖ് ആലുങ്കൽ. എല്ലാ ദിവസവും നമ്മുടെ മോർണിംഗ് സെഷനിൽ ഉണ്ടാവാറുണ്ട് സാദിഖ്. സൗദിയിൽ നിന്നാണ് ആള്. അപ്പം അദ്ദേഹം ഇന്നലെ അവിടെ വന്നപ്പം എന്താ വെച്ചാൽ സ്റ്റേജിലേക്ക് വന്നിട്ട് അല്ലേ ഒന്ന് ടെസ്റ്റ് ചെയ്തോ നോക്കാന്ന് പറഞ്ഞതാ. പിന്നെ അതൊരു വല്ലാത്ത ടെസ്റ്റ് ആയിപ്പോയി. സാദിഖ് ഹാപ്പി അല്ലേ? ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും. സാദിഖ് എന്താ വെച്ചാൽ 2 രീതിയിൽ സാദിഖിനെ എടുക്കാം. ഒന്നെന്താ വെച്ചാൽ അയ്യോ എന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ട് എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കി എന്നുള്ള രീതിയിലേക്ക് എടുക്കാം. അതും അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ഒരു അവസരം കിട്ടി, എന്നെ അവിടുന്ന് കാം ഡൗൺ ആക്കി എനിക്ക് ശരിക്കും എന്റെ പ്രോബ്ലം എന്താന്നുള്ളത് മനസ്സിലാക്കി തന്നു. അപ്പൊ ആക്സെപ്റ്റൻസിന്റെ കുറവായിരുന്നു പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? റെസിസ്റ്റൻസും റിജക്ഷനും ആയിരുന്നു നമ്മുടെ സാദിഖ് ഇന്നലെ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പം ഇന്നലത്തെ എല്ലാവരോടും പറയാൻ ഒരു മെസ്സേജ് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്താണെന്നൊക്കെ വിചാരിക്കുന്നു പ്രോഗ്രാമിന് വരാത്ത ആൾക്കാർ. അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന എന്താ വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് ആണ് നമ്മുടെ ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. റിജക്ട് ചെയ്യരുത്, റെസിസ്റ്റ് ചെയ്യരുത്. അക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുകയുള്ളൂ. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പകുതിയായിട്ട് അങ്ങോട്ട് കുറയും ഒറ്റയടിക്ക്. അല്ലേ സാദിഖ്? വാട്ട് ഹാപ്പൻസ്? അക്സെപ്റ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അത് ശരിക്കും മനസ്സിലായോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഹലോ, പറഞ്ഞോളൂ. ഹലോ, നമ്മളെ പ്രോബ്ലംസ് എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ഫിയർ ആയിരുന്നു, സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. അതുപോലെ അല്ല എങ്ങനെ ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യാം, ഈ ബ്ലറായിട്ട് നിൽക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഹീൽ ചെയ്തപ്പോ ഫസ്റ്റിലെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ്, അതാണ് നമ്മൾ 10-ൽ 8 വന്നത്. പിന്നെ 5 ആയി. അതിന് സ്റ്റേജിൽ വന്നപ്പോ ഒറ്റയടിക്ക് അത് ഇൻക്രീസ് ആയി. നമ്മൾ ചെയ്യണ സമയത്ത് അത് കൂടിപ്പോയി. പിന്നീട് അത് സാറ് കുറച്ച് വന്ന് കംപ്ലീറ്റ് 0 ആക്കാൻ കഴിഞ്ഞു. ഇപ്പൊ സംസാരിക്കാൻ കഴിയും, ആൾക്കാരെ ഫേസ് ചെയ്യാൻ എല്ലാം നമുക്ക് ഒന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചേഞ്ചസ് ആണത്. പിന്നെ ഈ എനർജി ആയിട്ട് നമ്മളിപ്പോ ഞാൻ ഫുൾ എനർജി മോർണിംഗില് സാധാരണ അലാറം വെച്ച് എണീക്കുന്ന ആളാണ്. അങ്ങനെ ആവശ്യം കൂടി വന്നിട്ടില്ല. അത് 4:30 എണീച്ച് റെഡിയാണ്. എന്തായാലും അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതേപോലെ ഓരോരുത്തർക്കും പല ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഉണ്ട്. വേറെ ആർക്കെങ്കിലും മറ്റു ഡിഫറൻസ് എക്സ്പീരിയൻസുകൾ പറയാനുണ്ടോ? എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് പറയാ, ഷെയർ ചെയ്യുക. മജീദ്, ഹൗ ആർ യു ഫീലിംഗ്? ഇന്നലെ അവിടെ വന്നതിന് ശേഷം ഒരു വഴി കിട്ടിയോ? എന്താണ് ഫീലിംഗ് ഒന്ന് പറയാമോ? മജീദ് പറഞ്ഞോളൂ. ഹലോ, ആരെങ്കിലും എന്നെ മജീദ് പറഞ്ഞോളൂ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ആളുകളെ കാണാനൊക്കെ പറ്റി. നമ്മൾ ഒരേ മൈൻഡുള്ള ആളുകളാണ് ആയതുകൊണ്ടേ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ നിങ്ങളുടെ ഇഷ്യൂസ് എടുത്തിട്ട് ഹീൽ ചെയ്തോ? എന്താണ് അവസ്ഥ? അതെ ഹീൽ ചെയ്യാൻ പറ്റി. ഹീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ബിസിനസിന്റെ പ്രോഗ്രാമിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് അല്ലേ? അതെ, ബിസിനസ് പ്രോഗ്രാം വരുന്ന സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ അധികം വൈകാതെ അപ്ഡേഷൻ അറിയിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും എന്താ വെച്ചാൽ രീതിയിലേക്ക് എന്താ വെച്ചാല് യാത്ര തുടരുക, നമ്മളുടെ പഠനം തുടരുക. തീർച്ചയായിട്ടും കൂടുതൽ റിസൾട്ടിലേക്കും കൂടുതൽ സംഗതിയിലേക്കും നമുക്ക് പോകാൻ സാധിക്കട്ടെ. ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷം പ്രോഗ്രാമിൽ വന്നതിൽ. എന്താണ് ഇന്നലെ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പാഠം? ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിൽ കയറിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. ആഗ്രഹിക്കുന്നത് മജീദിന് ഏറ്റവും പ്രോബ്ലം പറഞ്ഞിരുന്ന ഒരു കൺസിസ്റ്റൻസിയുടെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ അല്ലെ? ആദ്യം അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് ഇന്നലെ ശരിക്കും മനസ്സിലായില്ലേ? അതായത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ആക്കാൻ പറ്റും. എനർജി നോർമൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ കൺസിസ്റ്റൻസി പ്രശ്നം പോകും. നമ്മൾ ഡൗൺ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എനർജി നോർമൽ ആക്കുക. സോ ഗുഡ് മോർണിംഗ് അഷ്ന, ഹൗ ആർ യു ഡൂയിങ്? അഷ്ന, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയൂ. പറഞ്ഞോളൂ. അടിപൊളി. ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരു ഓഫ്ലൈൻ, പക്ഷെ വിചാരിച്ചതിനെക്കാട്ടി ഒന്നും കൂടെ സക്സസ് ആയി.
സത്യം പറഞ്ഞാൽ ഉം. ക്യാഷിനുള്ളതിനെക്കാട്ടിയും വാല്യൂ ഉണ്ടായിരുന്നു ഇന്നലെ. അത്രക്ക് 10,000 കൊടുത്താലും കിട്ടാത്ത അത്രയും നല്ലൊരു മൂമെന്റ്, നല്ല രസമുണ്ടായിരുന്നു ഇന്നലെ. റിട്ടേൺ തിരിച്ചു വരുമ്പോഴേക്ക് ആ മെമ്മറി ഇങ്ങനെ ആലോചിച്ച് വരാൻ. ഞാൻ വയനാടും കൂടെ ആയതുകൊണ്ട് ലോങ് യാത്രയല്ലേ, ശരിക്കും എൻജോയ് ചെയ്തു ഇന്നലെ. ഇന്നലെ ശരിക്കും എൻജോയ് ചെയ്തു. ഓക്കെ, എന്താണ് ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഇന്ന് മോർണിംഗിലാണെങ്കിലും മെഡിറ്റേഷൻ ഒക്കെ റെഡിയാണ്. ഹൗ ഈസ് യുവർ എനർജി ലെവൽ? എനർജി ലെവൽ ഇപ്പൊ എന്താണ് അവസ്ഥ? എനർജി ലെവലൊക്കെ ഹൈ ആയതുപോലെ തോന്നുന്നുണ്ട്. നമുക്ക് ചെയ്ത് ഇന്നലെ അവിടെ വന്നതിനെക്കാട്ടി എത്രയോ ഡബിൾ ആയി എനർജി ലെവല്. ഓക്കെ, ഓക്കെയാണ്. ഇത്രയ്ക്കൊന്നും ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നല്ല മഴയാണ്, ബ്ലോക്ക് ഉണ്ടായിരുന്നു ചെറുങ്ങനെ ചുരത്തില്. പക്ഷെ 10:30 ആയി ഞാൻ ഇവിടെ എത്തുമ്പോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗേ ഉണ്ടായിട്ടില്ല. അത്ര യാത്ര ചെയ്തതിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഓക്കെ. എടുത്തിരുന്ന ഇഷ്യൂസ് സീറോ ആക്കാൻ പറ്റിയോ? യെസ് പറ്റി. ഇതിനു രണ്ട് മുൻപ് മൂന്ന് ചെയ്തിരുന്നോ അഷ്ന? ഇതിനു ഞാൻ മുമ്പ് ഇല്ല, EFT ആയിട്ട് ചെയ്തില്ല. പിന്നെ സാർ അന്ന് ക്ലാസ്സിൽ ചെയ്ത് തന്ന കാര്യങ്ങളെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് അന്നൊന്നും കറക്റ്റ് അത് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോ പറയാറുണ്ടായിരുന്നു എനിക്കിങ്ങനെ സീറോ എന്നൊക്കെ പറയുമ്പോ എന്താന്ന് മനസ്സിലാവുന്നില്ല, അത് ആവുന്നില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇന്നലെ നേരിട്ട് ചെയ്തത് കൊണ്ടാവാം അതിൻ്റെതായ ഫീലിംഗ് നല്ലോണം ഉണ്ടായിരുന്നു. 2-3 പ്രാവശ്യം എടുത്തു, എന്നാലും ഓക്കെ ആയി. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പൊ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റി. അതേപോലെ ഷെറിൻ ഷിയാബ് പറയുന്നു പങ്കെടുക്കാൻ പറ്റിയില്ല, കണ്ണൂരിൽ ഒന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? ആക്ച്വലി നമ്മൾ കാലിക്കറ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലായിടത്തും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പ്രയാസമുണ്ട്. ഇനി കൊച്ചിയിൽ ഒന്ന് കണ്ടക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് എത്ര കണ്ട് നമുക്കെന്ന് വെച്ചാൽ വിജയിപ്പിച്ചെടുക്കുക. കാരണം ഇന്നലെ പ്രോഗ്രാമിന് വന്നത് എവിടെ നിന്നൊക്കെയാണ് വന്നത്? ട്രിവാൻഡ്രത്ത് നിന്ന് വരെ ആൾക്കാർ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം, കോട്ടയം, അതേപോലെ തന്നെ കൊല്ലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ അവിടെ വന്നിട്ടാണ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. അവർ പറഞ്ഞത് വെച്ചാൽ ഗോഡ്വിൻ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിസിപ്പന്റ് ഉണ്ടായിരുന്നു. എന്നോട് വന്നിട്ട് പറഞ്ഞു കോട്ടയത്ത് നിന്ന് വന്നിട്ട് എനിക്ക് നഷ്ടമായില്ല, ശരിക്കും ക്യാഷിന് മുതലായി, അങ്ങനെയുള്ള കാര്യം. കൊച്ചി വേണമെന്ന് പറയുന്നത് ഷീല മോഹൻ. തീർച്ചയായിട്ടും നമുക്ക് എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിലും പങ്കെടുക്കാം. നിങ്ങൾ എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാരെ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് പ്രോഗ്രാം എവിടെയും സംഘടിപ്പിക്കാൻ ഞാൻ റെഡിയാണ്. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേർക്ക് ആവശ്യമുള്ള സംഗതിയാണ്. ഐ എം റെഡി ടു കം ആൻഡ് ട്രാവൽ ആൻഡ് ഡു ദ പ്രോഗ്രാം. കണ്ണൂർ നമുക്ക് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഐ നീഡ് സപ്പോർട്ട്. ഇത് കാലിക്കറ്റിൽ ഇന്നിപ്പോ നമ്മുടെ പ്രോഗ്രാം ചെയ്തപ്പോൾ ആൾക്കാർ തന്നൊരു സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈവൻ കോട്ടയത്ത് നിന്ന് വന്നിട്ടാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പൊ എവിടെ വേണമെങ്കിലും പ്രോഗ്രാം ചെയ്യാം. ബട്ട് ദ തിങ് ഈസ് ലൈക്ക് വി ആർ എ കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് എന്താ വെച്ചാൽ അതിനുള്ള സപ്പോർട്ട് വേണം. അപ്പൊ ആ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് കൂടുതൽ അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്ന സമയത്ത് നമുക്ക് മിനിമം ഒരു 30 members to 50 members ലെവലിൽ നമുക്ക് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം നമുക്ക് ചെയ്യാം. ഒരു 50 members ഒക്കെ നമുക്ക് പ്രോഗ്രാം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉഷാറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണെന്ന് വെച്ചാൽ അത്ര ദൂരമൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം വിജയിക്കണം. വരുന്ന ആൾക്കാർക്കും ഒരുപാട് കാര്യങ്ങൾ കിട്ടണം, ഒരുപാട് കണക്ഷൻസ് കിട്ടാൻ പറ്റണം. സോ ജസ്ന പറയുന്നു പ്ലീസ് കണ്ടക്ട് ഇൻ കൊച്ചിൻ. തീർച്ചയായിട്ടും കൊച്ചിയിൽ കണ്ടക്ട് ചെയ്താൽ എത്ര പേര് പങ്കെടുക്കും എന്ന് കമന്റ് ചെയ്തേ. ജസ്റ്റ് കമന്റ് ആണ്. കൊച്ചി അല്ലെങ്കിൽ എന്താ പറയാ, അത് കൊല്ലം ഭാഗത്തുള്ളവരാവാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് പേരുണ്ടാവും. ജസ്ന പറയുന്നു നീ ഓക്കെ, വെരി ഗുഡ്. ജസ്ന കണ്ടക്ട് ചെയ്യാൻ പങ്കെടുക്കാൻ ഉഷാറാണ്. ഷീല മോഹൻ ഞാൻ പറയുന്നു ഇവിടെ കൊണ്ടോട്ടി നടത്തിയാൽ എന്താന്നാ, കൊച്ചിയിൽ ഒന്നും വരാൻ പറ്റില്ല. കൊച്ചിയിൽ വരേണ്ട ആവശ്യമില്ല, കോഴിക്കോട് നമുക്ക് നടത്താം. ഓക്കെ, കൊണ്ടോട്ടിയിലേക്ക് പ്രതീക്ഷിക്കരുത്, അത്ര അടുത്തേക്ക്. ഓക്കെ, കോഴിക്കോട് നമുക്ക് തുടരാം. നിത്യ പറയുന്നു വെരി ഗുഡ്. സന്തോഷ് കുമാർ പറയുന്നു പങ്കെടുക്കും. ഓക്കെ, കൊച്ചിയിൽ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെരി ഗുഡ്. എന്തായാലും കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഉള്ളത് എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ കണ്ടല്ലോ, ഇത്രയും പോരാ. നമുക്ക് ഒരുപാട് ആൾക്കാർ എന്ന് വെച്ചാൽ പാർട്ടിസിപ്പേഷൻസ് നമുക്ക് വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിലേക്ക് കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് സംഘടിപ്പിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടാവണം. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എന്താ വെച്ചാൽ ഒരു ക്യാമ്പയിൻ നടത്തി ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ആ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ഇത് കണ്ടക്ട് ചെയ്ത് പോകാനുള്ള സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ബ്രസൽ പറയുന്നു വെരി ഗുഡ്, കൊച്ചിയിൽ പങ്കെടുക്കാൻ റെഡിയാണ്. ആശ രതീഷ് പറയുന്നു കൊച്ചിയിൽ പങ്കെടുക്കാൻ റെഡിയാണ്. സുബൈർ പറയുന്നു കാലിക്കറ്റിൽ ഓക്കെയാണ്. സുബൈർ കാലിക്കറ്റിൽ വന്നിരുന്നു. സോ കാലിക്കറ്റിൽ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരോടൊക്കെ എന്താ വെച്ചാൽ പറയാനുള്ളത്, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. വേറെ ആരെങ്കിലും ഉണ്ടോ കോഴിക്കോട് വന്നിട്ടുള്ളത്? ഹലോ സർ. യെസ്, പറഞ്ഞോളൂ. യെസ്, എനിക്ക് ഭയങ്കര എന്താ പറയാ, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ടെക്നിക്കാട്ടോ ഈ ഒരു EFT. ഞാൻ മൈൻഡ് പവർ കാര്യങ്ങൾ ഒരുപാട് ട്രെയിനിങ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഈ ഇത്. ശരിക്കും പറഞ്ഞാൽ EFT പെട്ടെന്ന് തന്നെ എനിക്കൊരു മാജിക് ആയിട്ടാ തോന്നിയത്. പെട്ടെന്ന് ഈ ഒരു ടാപ്പിംഗ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് ടൈം ആണ് ഞാനിത് ചെയ്യുന്നത് തന്നെ. നല്ല ജസ്റ്റ് സാറ് ഒരു ശരിക്കും ആ ഒരു പവർ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ച് നേരിട്ട് വന്നത് തന്നെ. ജസ്റ്റ് ഒന്ന് സാറൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള ഒരു ഇതേ.
ശരിക്കും ഭയങ്കരമായിട്ട് ഈ ഒരു EFTന്റെ ടാപ്പിംഗ് ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടേ അല്ല. ജസ്റ്റ് സാറൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാ, ഈ ഒരു ഓൺലൈനിൽ കാണുന്ന ജസ്റ്റ് ഓഫ്ലൈനിൽ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള രീതിയിൽ വന്നതാ. അൽഹംദുലില്ലാ ഭയങ്കര ഒരു ഇന്നലെ വീട്ടിൽ വന്നപ്പോഴായാലും യാത്രയിലൊക്കെ വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര ഒരു എനർജി, എന്താ പറയാ, ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ. പിന്നെ നമുക്ക് അപ്പൊ എല്ലാം ഒരുപാട് നല്ല ഭയങ്കര ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഷഹാന. എനിക്ക് തോന്നുന്നു ഷഹാന ഫ്രണ്ടില് ആ ഒരു സെക്കൻഡ് ടേബിളിൽ ഇരുന്നിരുന്ന ആളല്ലേ? അതെ 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 ഷഹാന ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം ഭയങ്കര അത്ഭുതത്തോട് കൂടി അല്ലെ, ഒന്ന് ജസ്റ്റ് ഒന്ന് Yeah, yeah. ആദ്യം ഒരു ഹെഡ് എന്തോ പോലെ വന്നു, പിന്നെ ആ അത് കംപ്ലീറ്റ്ലി പോയി, എംറ്റി ആയി, അങ്ങനെ സത്യം ഹീലിംഗ് ഞാൻ നടന്ന അവിടെ വന്നപ്പോ ഒരു ഭയങ്കര എനർജറ്റിക്കലാണ് വന്നത്, അതിന്റെ ഒരു ഇതില്ലേ. പക്ഷെ അവിടെ ഞാൻ എക്സൈറ്റ്മെന്റ്. എന്റെ ഉള്ളിലുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ്, പക്ഷെ ഉള്ളിലുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് പുറത്തെടുത്തപ്പോ ഫുള്ള് സ്റ്റക്കായി. ഇത്രയും സാധനങ്ങൾ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അന്നപ്പോ അറിയുന്നത്. ഞാൻ ഓക്കെ ആണെന്നുള്ള രീതിയിലായിരുന്നത്. പക്ഷെ ഓക്കെ. ഇത്രയും സാധനങ്ങൾ, പക്ഷെ പെട്ടെന്ന് ആ ഒരു മാജിക് പോലെ പിന്നെ സെക്കൻഡ് ടൈം ചെയ്തപ്പോ പെട്ടെന്ന് എവിടെ പോയതെന്ന് അറിഞ്ഞില്ല. അത് ഒറ്റയടിക്ക് സീറോ ആയി. ആ ഒറ്റയടിക്ക് സീറോ ആയി. സെക്കൻഡ് റൗണ്ടിലേക്ക് വന്നപ്പം നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ആ പ്രോബ്ലത്തിന്റെ ഇന്റൻസിറ്റി ഒറ്റയടിക്കലെ പ്രോബ്ലം തന്നെ ഒറ്റയടിക്ക് എന്താ വെച്ചാൽ സീറോ ലെവലിലേക്ക് വരികയും ആ ഇഷ്യൂ പിന്നെ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ EFT എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മളുടെ ഇതിന്റെ ഈ ഒരു മെത്തേഡിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും പഠിക്കണം, എല്ലാവരും പഠിക്കണം, എല്ലാവരും അറിയണം. അതിനായിരുന്നു നമ്മൾ ഇന്നലെ ഇവിടെ കണ്ടക്ട് ചെയ്തത്, നിങ്ങളൊക്കെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ഒരുപാട് പേര് വന്നു, നമ്മൾ 100-ലധികം ആൾക്കാർ, 112ഓളം ആൾക്കാരുടെ പ്രോഗ്രാമിലേക്ക് വന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തായിരുന്നു റെസ്പോൺസ്. ഇറ്റ് ബിക്കെയിം എ ഹ്യൂജ് സക്സസ്. ഒരുപാട് പേർക്ക് അതിന്റെ അറിവ് പകർന്നു കൊടുക്കാൻ പറ്റി, അതിന്റെ ആ ഒരു റിസൾട്ട് പകർന്നു കൊടുക്കാൻ പറ്റി. മീറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് അഷ്റഫ് ക പറയുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയൊരു അവസരം വരുന്ന സമയത്ത് ഡോണ്ട് മിസ് ഇറ്റ്. ഇപ്പൊ ഷഹാന പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ, ഷഹാനോട് വരുന്ന സമയത്ത് ഷഹാനക്ക് അറിയില്ല, ഷഹാന എക്സൈറ്റഡ് ആണ്. അതായത് ഷഹാന പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു സെഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ സെഷൻ, നേരിട്ടുള്ള ഒരു സെഷൻ അവിടെ അറ്റൻഡ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യാൻ ഉദ്ദേശിച്ച് വന്നു. പക്ഷെ വന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് മുഴുവൻ ട്രോമ ഹീലിംഗ് സംഗതികൾ, കാര്യങ്ങൾ. അത് ട്രോമ ഹീലിംഗ് സംഗതികളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഇതുമായി ബന്ധപ്പെട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ചില സംഗതികളിലേക്ക് ചിന്ത പോവുകയും ടാപ്പിംഗ് തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങൾ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങി. അങ്ങനെ ഉള്ളിൽ നിന്ന് വന്നിട്ട് കംപ്ലീറ്റ്ലി ഒന്ന് സ്റ്റക്ക് ആയി പോയി. അത് പലർക്കും ഉണ്ടായിട്ടുണ്ട് എക്സ്പീരിയൻസ്. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ പെയിൻ വന്നിട്ട് എന്താ വെച്ചാൽ ആ പെയിൻ ഒരു ഷോൾഡറിൽ നിന്ന് അടുത്ത ഷോൾഡറിലേക്ക് പോകുന്നു, ബാക്കിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള പല എക്സ്പീരിയൻസ് പലർക്കുണ്ടാവും. എന്നിട്ട് പിന്നീട് അവസാനം നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ടാപ്പ് ചെയ്ത് ആ പ്രശ്നം തന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുന്ന സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്തു. സോ ദാറ്റ് ഈസ് നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ട ഒരു ടൂളാണ്. ഇപ്പൊ ഇവിടെ പഠിച്ചിട്ടുള്ള ആൾക്കാരോട് ഷഹാന എന്താണ് എക്സ്പീരിയൻസ് പറയാനുള്ളത്? വരാൻ കഴിയാത്തവരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് അത്രക്കും റിസൾട്ടിലാണ് എല്ലാ ഭാഗങ്ങളിലും. നമുക്ക് ഹെൽത്ത് ആയാലും നമുക്ക് വെൽത്ത് ആയാലും ഏത് കാര്യങ്ങളിലോട്ടായാലും നമുക്ക് നമ്മളെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ഞാൻ പല ഇതും ചെയ്തപ്പോഴും ഇത്ര ഡേയ്സിനുള്ളിൽ, അല്ലെ ഇത്ര ഡേയ്സിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടാന്ന്. ഞാൻ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷന് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഫോർഗിവ്നെസ് ജേർണൽ കാര്യങ്ങൾ. ഹലോ, യെസ്, ഹലോ ഷഹാന. അതായത് ഷഹാന പറഞ്ഞു കേൾക്കുന്നില്ല ഷഹാന. ഹലോ, അറിയതേ അതോ എനിക്കാണോ പ്രോബ്ലം? ഹലോ, എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാത്തതുകൊണ്ടാ. കേൾക്കാം. സഹാന്റെ എന്തൊക്കെ ലൈൻ കട്ടായത്. ഓക്കെ, എന്റെ കേൾക്കുന്നുണ്ടോ? മെഡിറ്റേഷനും അതുപോലെ സർ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ. നമുക്കിങ്ങനെ ചിരിക്കാനൊക്കെ ആദ്യമൊക്കെ കുറച്ച് ചിരിക്കണോ വേണ്ടെന്നുള്ള മൈൻഡിൽ ലാസ്റ്റ് ഓട്ടോമാറ്റിക്കലി മെഡിറ്റേഷന്റെ സമയത്ത് ഭയങ്കര ഹലോ, ഓക്കെ ആണോ അപ്പോ? യാ, ഹലോ, എന്നെ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആം ഐ ഓഡിബിൾ ഷഹാന? യാ ഓക്കെ, പറഞ്ഞോളൂ. അപ്പം ഞാൻ ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇത്ര ഡേയ്സിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടുക, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ. ഇത് ശരിക്കും നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ശരിക്കും നമ്മളെ എനർജി ലെവൽ ഭയങ്കരമായിട്ട് ഹൈ ആവും. പിന്നെ ആ ഒരു ഫ്രീക്വൻസി, ആ ഒരു വൈബ്രേഷൻ, ആ ഒരു തോട്ട്സ് തന്നെ നമ്മളിലോട്ട് വരുന്ന ഓരോ തോട്ട്സും ആ ഒരു ഡ്രോമ എന്താണ് നമുക്ക് നമ്മളെ തന്നെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മളിലോട്ട് വരുന്ന ഒന്നിനെയും നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഫ്രീക്വൻസി, വൈബ്രേഷൻ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. എല്ലാവരും തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതായത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഷാന പറഞ്ഞതിലൊരു കാര്യം എന്താ വെച്ചാൽ, പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാൽ, കഴിഞ്ഞ 10-13 വർഷത്തോളമായിട്ട് ഞാൻ ട്രെയിനിങ് മേഖലയിൽ.
അപ്പൊ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു എങ്ങനെ മൈൻഡ് ഒറ്റയടിക്ക് റീപ്രോഗ്രാം ചെയ്യും. നമുക്ക് എങ്ങനെ നമ്മളുടെ മനസ്സിനെ ഒറ്റയടിക്ക് റീപ്രോഗ്രാം, നമുക്ക് എങ്ങനെ നമ്മളുടെ ബ്ലോക്കുകളെ ഒറ്റയടിക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് സ്പെസിഫിക്കലി എടുത്തിട്ട് നമുക്ക് ഓരോ ഇഷ്യൂസ് എടുത്തിട്ട് പൊട്ടിച്ച് കളയാം. നമുക്ക് എങ്ങനെ നമ്മളുടെ മൈൻഡ് പ്രോഗ്രാമിംഗ് ചെയ്യാം, അതേപോലെ തന്നെ ബ്ലോക്കുകൾ റിമൂവ് ചെയ്യാം, നമ്മളുടെ ട്രോമകൾ എങ്ങനെ ഹീൽ ചെയ്തിട്ട് നമ്മുടെ അഡിക്ഷൻസും സംഗതികളൊക്കെ ഒറ്റയടിക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും. ഇത് പലപ്പോഴും ഇതിന് മുൻപുള്ള മെത്തേഡുകൾ മൈൻഡ് പവർ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, ഈ പറഞ്ഞ പോലെ NLP എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്, പല സംഗതികൾ എക്സ്പീരിയൻസ് ചെയ്ത് ഒറ്റയടിക്ക് ഒരു ഇഷ്യൂസിനെ നമുക്ക് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഹീൽ ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് അത് വേറെ ഇല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സംഗതി. നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ലിറ്ററലി അതാണ് ഷാനോട് പറഞ്ഞതും, ഇത്ര റിസൾട്ട് കിട്ടുന്ന ഒരു സംഗതി വേറെ ഇല്ല. സോ യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുക, നിങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക വരും. മനസ്സിലാവുന്നു? പിന്നെ നമുക്ക് അപ്പോ മെഡിസിൻസ് ഒന്നും യൂസ് ചെയ്യേണ്ടി വരില്ല. നമ്മൾ ഇപ്പൊ അധിക പേരും എന്താ ഓരോ അസുഖങ്ങൾ വരുമ്പോ വേഗം ഡോക്ടറെ അടുത്തേക്ക് പോവുക, എന്നിട്ട് വേഗം ടാബ്ലറ്റ്. ആ ഒരു തന്നെയാണ്, ആ ഒരു ഇതാണ് നമ്മളെ മൈൻഡിന് കൊടുത്തതാണ്. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോവുക. ശരിക്കും നമുക്ക് ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു എന്താ പറയാ, നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് തന്നെ പറയാം. അതായത് പറഞ്ഞു ക്യാൻസർ പോലത്തെ അസുഖങ്ങൾക്ക് പോലും ഇതിലിതുണ്ട് എന്ന്. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. ക്യാൻസർ ഒക്കെ പറഞ്ഞാൽ അത്രക്കും ഇതിലുള്ള ഒരു അസുഖമല്ലേ, അപ്പൊ അതിൽ നിന്ന് പോലും റിസൾട്ട് കിട്ടിയവരുണ്ട് എന്ന് പറഞ്ഞപ്പേ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരുപാട് ആൾക്കാർക്ക് പല എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി വേറെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ? എനിബഡി? ഗുഡ് മോർണിംഗ് സർ. യെസ്, പറഞ്ഞോളൂ. സർ, ഞാൻ ഷൈന, കണ്ണൂരാണ്. ഓക്കെ. നല്ലൊരു ഹാപ്പി മൈൻഡ് ആയിരുന്നു ഇന്നലെ. ഒരു ക്ഷീണവും തോന്നിയില്ല. ഇന്നലെ ഞാൻ 3:45 എണീറ്റു അവിടെ വരണ്ടിയിട്ട്. അപ്പൊ 3:45 എണീറ്റ് എനിക്ക് ഒരു ക്ഷീണവും തോന്നിയിട്ടില്ല. രാത്രി വീട്ടിലെത്തുന്ന 9:30 വീട്ടിലെത്തുമ്പോ. രാത്രി എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പേടിയായിരുന്നു. സ്കൂട്ടി എടുത്തിട്ടാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ സ്കൂട്ടി വെച്ചിട്ടാണ് വന്നത്. അവിടുന്ന് ഒരു 20 കിലോമീറ്ററിനടുത്ത് കണ്ണൂരിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ ദൂരമുണ്ട്. അപ്പൊ ഇന്നലെ രാത്രി എനിക്ക് മോളെയും കൂട്ടി വീട്ടിലേക്ക് പോകുമ്പോ യാതൊരു പേടിയും ഉണ്ടായിട്ടില്ല. നല്ല ധൈര്യമായിരുന്നു ഇന്നലെ രാത്രി. പൊതുവെ നമുക്ക് ആ ഹെഡ്ലൈറ്റ് അടിക്കുമ്പോ ഒരു പേടിയാണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി, കണ്ണിനൊരു വെളിച്ചം വന്നിട്ട് അത്ര ഇതുണ്ടാവില്ല. ഇന്നലെ അങ്ങനത്തെ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റി. പിന്നെ ഇന്നും എനിക്ക് 4 മണിക്ക് എഴുന്നേൽക്കാം. 3:45 ഇന്നും ഞാൻ എഴുന്നേറ്റു. വെരി ഗുഡ്. ഇന്ന് മെഡിറ്റേഷന് പങ്കെടുത്തു. നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. നല്ല ഹാപ്പി മൈൻഡ് ആണ്. വെരി ഗുഡ്. കാര്യങ്ങൾ ചിന്തിക്കാനും പറ്റി. വെരി ഗുഡ്. അതാണെന്ന് വെച്ചാൽ നമ്മുടെ EFTയുടെ പവർ എന്ന് വെച്ചാൽ, EFT എന്ന് പറയുന്ന മെത്തേഡിന്റെ പവർ എന്ന് വെച്ചാൽ അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് എന്ന് വെച്ചാൽ ഇതിന്റെ റിസൾട്ട് കിട്ടുക. അപ്പോൾ ശൈല മാം പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. ഇനി ഓൺലൈനിൽ ഇത്ര റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഷമീറ. ഓൺലൈനിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു മെത്തേഡ് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന മെത്തേഡാണ്, ഓൺലൈനിൽ പഠിക്കാവുന്ന മെത്തേഡാണ്, സിമ്പിൾ ആണ്. ഇത് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നത് ഓഫ്ലൈനിൽ ആയതുകൊണ്ട് എന്നുള്ള റിസൾട്ടല്ല. ഓഫ്ലൈനിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എക്സ്പീരിയൻസ് ലെവലിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ഓവറോൾ നേരിട്ട് നിങ്ങൾ പഠിക്കുന്നു, നിങ്ങളുടെ സംശയങ്ങളെല്ലാം നേരിട്ട് ചോദിക്കാം, കാര്യങ്ങൾ ചോദിക്കാം, പ്ലസ് പിന്നെ അവിടെയുള്ള ഒരു എനർജി, അതെല്ലാം ഒരു റിസൾട്ട് ഉണ്ട്. പക്ഷേ ഓൺലൈനിൽ തന്നെ ഇത് പഠിക്കാവുന്ന സംഗതിയാണ്. പ്ലസ് അത് മാത്രമല്ല, നമ്മുടെ ഓൺലൈൻ ബാച്ചിലേക്ക് വരുന്ന ആൾക്കാർക്ക് 20-ാം തീയതി ആരംഭിക്കാൻ പോകുന്ന ഓൺലൈൻ ബാച്ചിലേക്ക് ഇപ്പൊ തന്നെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് എന്താ വെച്ചാൽ അതിന്റെ ഫീ വരുന്നത് എന്ന് വെച്ചാൽ 30 days കോച്ചിങ് പ്രോഗ്രാം ആണ്. 30 ദിവസത്തോളം ഉള്ള നീണ്ടു നിൽക്കുന്ന കോച്ചിങ് പ്രോഗ്രാം ആണ്. ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാം. നിങ്ങൾക്കൊരു മെന്റർ നമ്മൾ അസൈൻ ചെയ്ത് തരുന്നുണ്ട്. ആ രൂപത്തിലാണ് വരുന്നത്. അപ്പൊ അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസും സംഗതികളും അതിന് ഫീ കുറച്ച് കൂടുതലാണ്. കാരണം അത്രയും ഒരു മെന്റർ നിങ്ങൾ എല്ലാ ദിവസവും ഹീൽ ചെയ്യാനാണ്. അപ്പൊ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതിലേക്ക് എൻറോൾ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മളുടെ ഇന്നലെ പങ്കെടുത്ത പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ആൾക്കാർ തന്നെ നമ്മുടെ 10 days ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് വന്നിട്ട് അതിന്റെ റീസൺ എന്താ വെച്ചാൽ ഈ പ്രോഗ്രാം നമ്മൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അവയർനെസ് ആണ്, ഒരു മീറ്റപ്പ് ആണ് നമ്മൾ നടത്തിയത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 1100 രൂപയ്ക്ക് നമ്മൾ ഇത് ചെയ്തത്. അത് മാത്രമല്ല, അതിൽ തന്നെ നല്ല സെഷൻസ് ആണ് നമ്മൾ കൊടുത്തത്. പക്ഷെ ഇതിലേറെ ഡെപ്തിൽ ഒരുപാട് ഏരിയകൾ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ഓൺലൈനിൽ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം. ഓൺലൈനിൽ ചെയ്യുന്ന പ്രോഗ്രാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇന്നലെ ഇപ്പൊ നമ്മൾ വന്ന ആൾക്കാർക്ക് ഒരു സെഷൻ കൊടുത്തു, സംഗതികൾ ചെയ്തു. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഇഷ്യൂസിനെ പഠിച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഗതികൾ കൊടുക്കാനുള്ള സൗകര്യം ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾക്ക് എന്താ വെച്ചാൽ വ്യക്തമായിട്ട് കൊടുക്കാനുള്ള, അതായത് ഓരോരുത്തരുടെ ഇഷ്യൂ
ഇഷ്യൂസും എടുത്ത് പേഴ്സണലി ഇരുന്നിട്ട് അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് 30 ദിവസത്തിനുള്ളിൽ ഓരോ ദിവസവും 30 തവണ നമ്മൾ എന്താ വെച്ചാൽ ഹീൽ ചെയ്ത് അത്രത്തോളം ഇഷ്യൂസ് എന്ത് ചെയ്യാണ് സോൾവ് ചെയ്യുന്നതിലേക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് പോവാണ്. അപ്പൊ ആ ഹീലിംഗ് സപ്പോർട്ട് എന്ന് പറയുന്നത് ആണ് ഏറ്റവും പ്രധാനം. അതായത് ഒരു തെറാപ്പിസ്റ്റിനെ നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തരും 30 ദിവസത്തോളം, 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് 10 days കോച്ചിങ് കിട്ടും, 30 ദിവസത്തോളം ഹീലിംഗും കിട്ടും, കാര്യങ്ങളും കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരുവിധം പ്രോബ്ലംസ് അല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് 3000-ഓളം ട്രോമ എക്സ്പീരിയൻസുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ, വേദനാജനകമായിട്ടുള്ള എക്സ്പീരിയൻസ്. ഇതാണ് മനുഷ്യനെ എന്താക്കുന്നത് 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫുകളുള്ള വ്യക്തിയാക്കി മാറ്റുന്നത്. സയൻസ് പറയുന്നതാണ്. അപ്പൊ അത്രയും ലിമിറ്റിംഗ് ബിലീഫുകൾ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അപ്പൊ ഈ ലിമിറ്റിംഗ് ബിലീഫുകളെ തകർക്കാൻ ഈ 3000-ഓളമുള്ള ട്രോമകൾ ഹീൽ ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ ഈ 3000-ഓളം ഉണ്ടെങ്കിൽ 3000 ഹീലിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു 30-ഓളം കോർ പെയിൻഫുൾ ആയിട്ടുള്ള ഇവന്റ്സ് അതിന്റെ റിപ്പീറ്റേഷൻ ആണെന്ത് ബാക്കിയുള്ള അതിന്റെ റിപ്പീറ്റ് പാറ്റേൺ ആണ്. അപ്പം ഒരെണ്ണം കോർ ഇഷ്യൂ നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളുടെ വേദനകൾ നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 3000-ഓളം സംഗതികൾ എന്ന് വെച്ചാൽ ഹീലായി വരും. അതിനെന്ത് വേണം? നമുക്ക് ഏറ്റവും ബേസിക് ലെവലിൽ നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ സപ്പോർട്ട് സിസ്റ്റം ആണെന്ന് വെച്ചാൽ ഓൺലൈൻ ബാച്ചിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് 30 days കോച്ചിങ് സപ്പോർട്ടും കാര്യങ്ങളും ആയിട്ട്. അപ്പൊ നിങ്ങൾ എന്ന് വെച്ചാൽ ആ പ്രോഗ്രാമിലേക്ക് എന്തായാലും വരും. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതിന്റെ ഫീ വരുന്നതെന്ന് വെച്ചാൽ ആക്ച്വൽ ഫീ വരുന്നത് 12,000 rupees ആണ്. പക്ഷേ നമ്മൾ അതെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്ന അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഈ ഒരു മോർണിംഗ് മെഡിറ്റേഷനിലൊക്കെ വരുന്ന ആൾക്കാർ എന്നുള്ള നിലക്ക് നമ്മളെന്ന് വെച്ചാൽ 10,000 rupees-നാണെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ കോഴ്സ് ഫീ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 30 ദിവസം അധ്വാനിക്കണം, ജോലി ചെയ്യണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ളത് വെച്ചാൽ അപ്പൊ ഒരു ദിവസത്തെ നിങ്ങളുടെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഒരു ദിവസത്തെ നിങ്ങളുടെ കോച്ചിങ്ങിനും ഹീലിങ്ങിനുമായിട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അത് നിങ്ങളെന്ന് വെച്ചാൽ 10,000 രൂപ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക, പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുക. 9,999 രൂപയാണ് നമ്മൾ അതിന് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നത്. കം ആൻഡ് അറ്റൻഡ് ദ പ്രോഗ്രാമിൽ എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ചെയ്യുക. റിസൾട്ട് ഹ്യൂജ് ആയിരിക്കും. ഇന്നലത്തെ ഫോട്ടോ വീഡിയോ എല്ലാം എപ്പോഴും ഗ്രൂപ്പിൽ എത്തുക വരുന്നതാണ്. മുഹ്സിന, ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ്? ഫോട്ടോ ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ. മുഹ്സിന എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ല. ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ്? മുഹ്സിന ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഹലോ ഹലോ ആർ യു ദേർ? യെസ്, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. എക്സ്പീരിയൻസ് പറയാന് വളരെ ഉഷാറായിന്. ലാസ്റ്റ് പിന്നെ മെഡിറ്റേഷനില് സാറ് നമ്മളെ ഉള്ളില് നല്ലൊരു ചിത്രം എടുക്കാൻ പറഞ്ഞു. വളരെ സന്തോഷായിന്, വളരെ ഹാപ്പി ആയിരുന്നു. അതിന്റെ ഇടയിൽ എന്റെ ഫോൺ റിങ് ചെയ്ത് സാറ് എവിടെന്നാ തപ്പി തെരഞ്ഞെടുത്ത് കൊണ്ടുപോയി എന്റെ ബാഗും ഫോണും ഒക്കെ. ഭയങ്കര മൂഡില്, യെസ്, ഭയങ്കര മൂഡിലായിരുന്നു. ആ ഒരു നല്ലൊരു ചിത്രം മുന്നിലേക്ക് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ആ ഒരു ചിത്രമാണ് വരുന്നത്. ഹാപ്പിനെസിന്റെ ആ ഒരു ഹാപ്പിനെസിന്റെ ചിത്രം എടുത്തിട്ട് ജസ്റ്റ് എന്താ വെച്ചാൽ മനസ്സിൽ കുറച്ചു നേരം ഇങ്ങനെ അതിലേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ തന്നെ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക്, അതൊരു ടെക്നിക്കാണ്. ആ ഒരു മെത്തേഡ് എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ നിന്ന് ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യും. കാരണം അത് ഞാൻ ഹാങ്കർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ നിങ്ങൾ എല്ലാവരും എന്ന് വെച്ചാൽ ലാസ്റ്റ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഹിപ്നോസിസ് സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏറ്റവും ഹാപ്പിനെസ് പിക്ചർ കിട്ടിയിട്ടില്ലേ? ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? പിക്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നോ? പിക്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു? പിക്ചർ കിട്ടിയ ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്തേ. പ്രോഗ്രാമിൽ വന്ന ആൾക്കാർക്ക് പലർക്കും പിക്ചർ കിട്ടിയിട്ടുണ്ടാവും. ആ പിക്ചർ കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ മീ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, കമന്റ് ചെയ്യാം. ഓക്കെ, യെസ് എന്ന് കമന്റ് ചെയ്യും. ഷാന പിക്ചർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഹു എൽസ്? ആർക്ക് കിട്ടിയിട്ട്? ആ പിക്ചർ കിട്ടിയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഒരു അഡീഷണൽ സാധനം കൂടി ഞാൻ പറഞ്ഞുതരാം. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഹാപ്പി ആവണോ, എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ടാപ്പിംഗ് പോലും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഹാപ്പി ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, എപ്പോഴൊക്കെ നിങ്ങൾക്ക് പുഞ്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് പൊട്ടിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, എപ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചിരി വന്ന് നിങ്ങൾക്ക് വല്ലാത്തൊരു ഹാപ്പിനെസിന്റെ മൊമെന്റിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ പിക്ചറിലേക്ക് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുക. എന്നിട്ട് ആ പിക്ചറിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പുഞ്ചിരി വരും, ചിരി വരും, സന്തോഷം വരും, ഉള്ളിൽ നിന്നൊരു വല്ലാത്ത സംഗതി. അത് ആങ്കർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ അതെന്താ വെച്ചാൽ ഇന്നലെ ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാർ വീണ്ടും ട്രൈ ചെയ്യാം, കൂടുതൽ ട്രൈ ചെയ്തതിലേക്ക് തന്നെ നോക്കിയിരിക്കുക, ആ പിക്ചറിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ടിരിക്കുക. ദെൻ അതിന്റെ ഉള്ളിൽ ഇന്നലെ ഞാൻ പറഞ്ഞ അതേ കമാൻഡ് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. ആ പിക്ചറിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഹാപ്പിനെസ് പുറത്തേക്ക് വരുന്നതായിട്ട്. സോ ഇങ്ങനെയുള്ള ഒരുപാട് മെത്തേഡുകൾ നമ്മൾ ഇന്നലെ ട്രൈ ചെയ്തിട്ടുണ്ട്.
ആദ്യം ഒരു മെഡിറ്റേഷൻ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്താ വെച്ചാൽ തെറാപ്പിയിലേക്ക് പോയി, സെക്കൻഡ് റൗണ്ട് തെറാപ്പിയിലേക്ക് പോകുന്നു, തേർഡ് റൗണ്ട് തെറാപ്പിയിലേക്ക് പോകുന്നു, ഫോർത്ത് റൗണ്ട് തെറാപ്പിയിലേക്ക് പോകുന്നു, ഫിഫ്ത്ത് റൗണ്ട് തെറാപ്പിയിലേക്ക് പോകുന്നു. വി ഹാവ് ഡൺ എ ലോട്ട് ഓഫ് തെറാപ്പി സ്റ്റഡി. ദെൻ നമ്മൾ അവയർനെസ് ക്ലാസ്സിലേക്ക് വരുന്നു, ക്ലാസ്സുകൾ വീണ്ടും എടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ദെൻ വി വിൽ ഗോ അഗെയിൻ ടു ദ തെറാപ്പിയിലേക്ക് പോകുന്നു. ആദ്യത്തെ റൗണ്ട് ചെയ്തതിനെക്കാട്ടിലും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങി. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നെക്സ്റ്റ് ടൈം മറക്കരുത്, മിസ്സാക്കാത്ത പ്രോഗ്രാമിലേക്ക് വരിക, എന്നിട്ട് എന്ത് ചെയ്യാം. യെസ്, പറഞ്ഞോളൂ. റിയാദിലുള്ള ഒരാൾക്ക് ഇത് പിന്നെ 1 മാസത്തെ കോഴ്സ് ഇല്ലേ, അതില് ജോയിൻ ചെയ്യാന് പിന്നെ ടൈം എപ്പോഴാ ഉണ്ടാവുക? ഓക്കെ, ടൈം ഓൺലൈനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ റിയാദിലുള്ള ആൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ടൈം 7:30 to 9:30 വരെയാണ് പ്രോഗ്രാം ഉണ്ടാവുക. 2 മണിക്കൂറിന്റെ സെഷൻ ആയിരിക്കും ഓൺലൈനിൽ ഉണ്ടാവുക. അപ്പൊ ആ ഒരു രാത്രി നമ്മുടെ ഇന്ത്യൻ സമയമാണത്. അപ്പൊ അത് അവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. റെക്കോർഡ് അവരുടെ ഇഷ്ടമുള്ള സമയത്ത് എന്ത് ചെയ്യാം, അവർക്ക് ആ ക്ലാസ് കേൾക്കാനുള്ള റെക്കോർഡ്സ് അവൈലബിൾ ആയിരിക്കും. മുബഷിറ, നെക്സ്റ്റ് ടൈം ഓഫ്ലൈൻ എപ്പോഴാണ് ഉണ്ടാവുക? നെക്സ്റ്റ് മന്ത് ഓഫ്ലൈൻ വരും. നെക്സ്റ്റ് മന്ത് ഒരു പ്രോഗ്രാമും കൂടെ നമ്മൾ എന്താ വെച്ചാൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇതേപോലെ മീറ്റപ്പ്. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. എന്തായാലും വരണം. നെക്സ്റ്റ് ടൈം വീണ്ടും നമ്മൾ എന്താ വെച്ചാൽ ഒരു മേ ബി നെക്സ്റ്റ് മന്ത് ആയിരിക്കാം, ഉറപ്പ് പറയാൻ പറ്റില്ല. ബട്ട് നെക്സ്റ്റ് മന്ത് നമ്മൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, പ്രോഗ്രാമിലേക്ക് വരണം. ഓക്കെ, മുബഷിർ എന്ത് പറ്റി, ഇപ്രാവശ്യം പങ്കെടുക്കാൻ കഴിഞ്ഞില്ലേ? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. അപ്പോ നാളെ നമ്മുടെ ഫോട്ടോസും പിക്ചേഴ്സ് ഒക്കെ വരുന്നതാണ് ഗ്രൂപ്പിൽ കേട്ടോ. താങ്ക് യു. എനിവേ, അപ്പം ഇനി ആരൊക്കെയാണ് പങ്കെടുക്കാൻ കഴിഞ്ഞവർ? ആരെങ്കിലും ഉണ്ടോ അവിടെ? ആരെങ്കിലും ഉണ്ടോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ? മുഹമ്മദ് അർഷാദ് പ്രോഗ്രാമിന് വന്നിരുന്നോ? വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? ഞാൻ സത്യം പറയട്ടെ, ഞാൻ വിചാരിച്ച് ക്ലാസ് എന്തോ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ വിചാരിച്ചു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒരു ഹരം കയറ്റി വീഡിയോ ഒക്കെ വിചാരിച്ചു. പക്ഷെ വന്നിട്ടാണ് മനസ്സിലായേ, എന്താ പറയാ, എന്തൊക്കെയാ കിട്ടീനെ അവിടുന്ന്. ഇപ്പൊ എന്താ മനസ്സിനൊരു നമ്മളിപ്പോ ഈ കമ്പിളി പൊതപ്പോ അല്ലെങ്കിൽ മിൻസൽ എന്തോ പൊതപ്പിലേക്ക് കടന്നു ഒരു ഫീൽ ഇല്ലല്ലോ, അതുപോലെ മൊത്തം ഒരു അയവ് കിട്ടുക മനസ്സിനായാലും അതിലൊക്കെ ഒരു അയവ്. വിശ്വാസം അതൊക്കെ തന്നെ, അല്ലാത്തൊരു കോൺഫിഡൻസ്. ആ ടൂളൊക്കെ കിട്ടിയപ്പോ എനിക്ക് മറ്റേ ടൂൾ ഉണ്ടല്ലോ, EFT ടൂള്, അത് വല്ലാത്തൊരു എന്താ പറയാ ആയുധമായി തോന്നി. അതുപോലെ അങ്ങനത്തെ കുറെ ഉപകാരം, എന്താ പറയാ, ഇപ്പൊ ഇന്നലെ വന്നപ്പോ എന്തൊക്കെ നടന്നാണ്, കുറെ അറിവ് കിട്ടിയാണ്. ജീവിതത്തിൽ പെട്ടെന്ന് കിട്ടാത്ത അറിവുകളാണ് എത്രയും പെട്ടെന്ന് കിട്ടിയത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ വന്നത് നഷ്ടമായില്ല. ഞാൻ വരുമ്പോ ഇങ്ങനെ ആലോചിച്ച് ഇത് നഷ്ടാവോ, സാധനം വലിയ മോട്ടിവേഷൻ അടിച്ച് വിടുവോ, അങ്ങനെ കുറെ ആലോചിച്ച്. ഞാൻ വല്ല മോട്ടിവേഷനും അടിച്ചു വിടുവോ, കുറെ മോട്ടിവേഷൻ ക്ലാസ് കേട്ടതാണ്, അതുപോലെ വല്ല സംഗതി വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും അല്ല, കംപ്ലീറ്റ്ലി എക്സ്പീരിയൻസ് ആണ്. ബാക്കിയുള്ള പോലെ ക്ലാസ് എടുത്ത് മാറ്റണ്ട്, നല്ല രീതിയിലാണ് എടുത്ത്. എന്താ പറയാ, ഒരു ചേഞ്ച് തന്നെ കൊണ്ടുപോകുന്നത്. ചിലര് അന്ന് മോട്ടിവേഷൻ എടുത്ത് അന്നേ ഉണ്ടാവുള്ളൂ. ആ ഒരു 9 മുതൽ 5 വരെ ആ മോട്ടിവേഷന്റെ ചൂടിലേ ഉണ്ടാവുള്ളൂ. ബസ് എറിയുമ്പോ പിന്നെ അതൊന്നും ഉണ്ടാവൂല. ഇതങ്ങനല്ലല്ലോ, ഇതാ മനസ്സിന്റെ അടങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം. അപ്പൊ ഇനി മറക്കരുത്, നമ്മളുടെ ഇതിലേക്ക് വന്നിട്ടുള്ള എല്ലാവരും എന്ന് വെച്ചാൽ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള, അപ്പം അർഷദ് പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ അർഷദിന് ഫീൽ ചെയ്ത ഒരു കമ്പിളി പതിപ്പ് കൊണ്ട് അവന്റെ മനസ്സിനെയും ഹൃദയത്തെയും ശരീരത്തെയും ഒക്കെ ഇങ്ങനെ 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 പൊതച്ച് സുഖം ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു കംഫർട്ട് ഫീലിംഗ് ആണ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞത്. ഓരോരുത്തർക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്. ഇന്നലെ വന്ന ഒരാൾക്കും നഷ്ടമില്ല. സാറിന്റെ കഴിവും സ്നേഹവും ഏറെയാണ്. താങ്ക് യു സോ മച്ച് മുൽസിന, താങ്ക് യു സോ മച്ച്. അപ്പൊ മറക്കരുത്, പറഞ്ഞതുപോലെ നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാവരും വരിക. പിന്നെ ഇന്നത്തെ മെസ്സേജ് എന്താണ്? വാട്ട് ഈസ് ടുഡേസ് മെസ്സേജ്? ഇന്ന് എന്ത് മെസ്സേജ് ആണ് നൽകാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ മെസ്സേജിൽ പറയാനുള്ളത്, ഒന്ന്, പഠനം തുടരുക എന്നുള്ളത്. ഇന്നലെ വന്നിട്ടുള്ള ആൾക്കാർക്കും പുതിയ ആൾക്കാർക്കും എല്ലാവർക്കും പറയാനുള്ളത് എന്ന് വെച്ചാൽ തുടരുക എന്നുള്ളതാണ് പഠനം. എന്താണ് നമ്മുടെ ലൈഫ്? ഇന്നലെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അതിൽ ആർക്കെങ്കിലും ഇന്നത്തെ സെഷനിൽ ഞാൻ കേൾക്കുന്നതിന് പകരം ആർക്കെങ്കിലും ഒരു 2 വാക്ക് മറ്റുള്ളവർക്ക് ഒരു അറിവായിട്ട് കൊടുക്കാൻ പറ്റും? ഇന്നലെ പഠിച്ച അറിവ്, ഇന്നലെ നിങ്ങൾ അവിടെ വന്നിട്ട് പഠിച്ചിട്ടുള്ള അറിവ് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കാരണം നിങ്ങൾക്കും മറ്റു പലരെയും ഇൻസ്പയർ ചെയ്യാൻ പറ്റും, അറിവ് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ അറിയണം എന്ന് തോന്നിയ ഒരു കാര്യമുണ്ട്.
അവരുടെ എക്സ്പീരിയൻസിൽ. അബിയെ പറയുന്ന നെക്സ്റ്റ് പ്രോഗ്രാം എങ്ങനെ പറഞ്ഞോളൂ. ആരാണ് ഏറ്റവും വലിയ ശത്രു പറഞ്ഞാൽ നമ്മളെ ചിന്ത തന്നെ. നമ്മളെ ഇതാക്കണ തന്നെ കാര്യം. അതൊക്കെ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും നല്ല സുഹൃത്താക്കി മാറ്റണം. യെസ്, വേറെ പറഞ്ഞോളൂ. സെൽഫ് ലവ് കൊടുക്കണം. അർഷദിന് ഒരുപാട് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് വരുന്നില്ല. അർഷദ് എന്തായാലും എന്ത് ചെയ്യാ, ടാപ്പ് ചെയ്തിട്ട് എന്ത് വെച്ചാൽ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് എന്ത് വെച്ചാൽ അർഷാദ് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ലെവലിലേക്ക് എത്തട്ടെ. ഓക്കെ, താങ്ക് യു. പിന്നെ വെൻ ഈസ് ദ നെക്സ്റ്റ് പ്രോഗ്രാം ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോഗ്രാം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓൺലൈനിലും ഉണ്ട് പ്രോഗ്രാം വരുന്നുണ്ട്. ആ പ്രോഗ്രാം വരുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മീറ്റപ്പ് വരുന്ന സമയത്ത് നമ്മൾ അറിയിക്കും. മേ ബി നെക്സ്റ്റ് മന്തിൽ വരുമായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വരണം. വേറെ അല്ല, ഏറ്റവും ഭയങ്കര രസമായി തോന്നിയത് ടാപ്പിംഗ് ആണ് കേട്ടോ. കാരണം നമ്മൾ ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വരും. അപ്പൊ അതിന് ടാപ്പ് ചെയ്യണം എന്ന് പറയുമ്പോ ചിലത് മടിയാണെങ്കിൽ അതിന് ടാപ്പ് ചെയ്യുമ്പോ അതിന് എന്തൊക്കെയാ പ്രശ്നങ്ങൾ മുന്നിൽ വരുന്നത്, അങ്ങനെ ഓരോന്നിനും ടാപ്പ് ചെയ്യണ്ടേ. അപ്പൊ ശരിക്കും ചില സമയത്ത് ഇന്നലെ ചില കാര്യങ്ങൾക്ക് ടാപ്പിംഗ് പറഞ്ഞപ്പോ സാറ് പറഞ്ഞിരുന്നു തലവേദന എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ തലവേദനക്ക് ടാപ്പ് ചെയ്യണം, അത് കഴിഞ്ഞ് കാലുവേദന, അങ്ങനെ ഓരോന്നിനും ടാപ്പ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ റിസൾട്ട് നല്ല രസമുണ്ട്. പക്ഷെ അത് സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ സാറ് പറഞ്ഞ പോലെ ഇതെന്താ ചെയ്യുന്നത്, ഇതൊക്കെ കൊണ്ട് എന്ത് പ്രയോജനാന്നൊക്കെ ഫീൽ ചെയ്തിരുന്നേ. പക്ഷെ അത് എൻഡിലാണ് അതിന്റെ റിസൾട്ട് അത്രക്ക് അനുഭവിക്കാൻ പറ്റിയത്. ഫസ്റ്റ് മെഡിറ്റേഷന് ശരിക്കും എനിക്കൊക്കെ നല്ല ഉറക്കം വന്നിരുന്നത് സ്റ്റാർട്ടിങ് തന്നെ ആയപ്പോ. ലാസ്റ്റ് മെഡിറ്റേഷൻ അത്രക്ക് പവർ ചെയ്ത്, അത്രക്ക് തന്നെ. എനിക്ക് എപ്പോഴും ഞാൻ സാറോട് പറയുന്ന കംപ്ലൈന്റ് ആണ്, എനിക്ക് മെഡിറ്റേഷനിൽ കോൺസെൻട്രേഷൻ കിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഇന്നലെ അത് കറക്റ്റ് ഫസ്റ്റ് ടൈം എനിക്ക് ഇത്ര കോൺസെൻട്രേഷനോടെ ഞാൻ ഇന്നലെ മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്ത. അത്രക്ക് രസം ഉണ്ടായിരുന്നു ലാസ്റ്റ് മെഡിറ്റേഷൻ. വെരി ഗുഡ്. അതായത് അതാണ് അടുത്തൊരു സംഗതി. EFT ചെയ്യുമ്പോൾ ഒരു സംഗതി എന്താ വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് തുടക്കത്തിൽ നമ്മൾ ചെയ്യും തോറും പവർ കൂടുന്ന സംഗതിയാണ് EFT എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ള പല സംഗതികളും ചെയ്യും തോറും ആവേശം കുറഞ്ഞു പോകും, മടുത്തു പോകും. EFTയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെയ്യും തോറും ആവേശം കൂടി 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 വരിക ചെയ്യുക. അപ്പൊ നമ്മൾ രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് ശേഷം പ്രോഗ്രാം തീരുന്നതിന്റെ തൊട്ടുമുമ്പ്, അതായത് ലാസ്റ്റ് ബ്രേക്ക് നമ്മൾ പോകേണ്ടിയിരുന്നത് 4:15 അപ്പൊ 4:15 ബ്രേക്കിലേക്ക് പോകേണ്ട നമ്മള് ആ സമയമായപ്പോഴേക്കും ആൾക്കാർക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. അതായത് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നോർമലി പ്രോഗ്രാമിൽ കാണാത്തൊരു സംഗതിയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ EFTയുടെ സെഷൻ വെച്ചിട്ട് നമ്മളെന്ന് വെച്ചാൽ ലാസ്റ്റിലേക്ക് ചോദ്യങ്ങൾ വന്നിട്ട് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടി തുടങ്ങി, സീറോ ആവാൻ തുടങ്ങി. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ആ ഡോർ ഒന്ന് ഓപ്പൺ ആയി കിട്ടി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇഷ്യൂസ് ആണ്, റിസൾട്ട് വരികയാണ്. ആ റിസൾട്ട് നമ്മൾ എന്താ വെച്ചാൽ വരുത്തിച്ച് നമ്മൾ എന്താ വെച്ചാൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇന്നലെ ആ ഒരു ലെവലിലുള്ള റിസൾട്ട് ക്രിയേഷൻ അവിടെ നടന്നു എന്നുള്ളതാണ്. അതായത് ഏറ്റവും അത് തന്നെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ആഷ്ന പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് വരിക എന്നുള്ളത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിൻ ചെയ്തതിനും പഠിച്ചതിനും കാര്യങ്ങൾക്ക് എല്ലാത്തിനും. അപ്പൊ മറക്കരുത് ഇനി 2 മണിയൊക്കെ ആയപ്പോ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോ നമുക്ക് ശരിക്കും ഈ ഉറക്കത്തിന്റെ ഒക്കെ ഒരു ഫീലിംഗ് വന്നിട്ട് ഈ ക്ലാസ് എപ്പാ കഴിയാന്നൊക്കെ ഉള്ള ഒരു ലെവലായിരുന്നേ. പക്ഷെ ലാസ്റ്റ് എത്തി ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസർ ഒക്കെ കേട്ടപ്പോ 5 മണിയൊക്കെ ആകുമ്പോ 5 മണി ആയോ, അതുവരെ 5 മണി എപ്പോ ആവുകയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഉറക്കം വരുന്ന ടൈമിന്. പക്ഷെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോ ലേറ്റ് ആയിട്ട് നമുക്കൊരു പ്രോബ്ലം തോന്നില്ല. കുറച്ചും കൂടെ കഴിഞ്ഞോട്ടെ എന്നുള്ള ഫീലിംഗ്. ശരിക്കും ഞാൻ ഒറ്റയ്ക്കാ വന്നത്, ഇത്രയും ലോങ് വരണം എങ്കിലും 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ കഴിയുമ്പോ. അപ്പൊ ഒന്നും കൂടെ കുറച്ച് ടൈമും കൂടെ സ്പെൻഡ് ചെയ്യാന്നുള്ള ആ മൂഡിലേക്ക് വന്നു തുടങ്ങിട്ടോ ലാസ്റ്റ് ആയപ്പോ. വെരി ഗുഡ്. എന്തായാലും നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്, മറക്കരുത്. ഇന്നത്തെ ഒരു ഇന്ററാക്റ്റീവ് സെഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ സെഷൻ ഇങ്ങനെയാണ് പോകുന്നത്. പറഞ്ഞതുപോലെ ഇന്നലത്തെ ഞാൻ പഠിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത്, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് തരും എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളുടെ എനർജി ഹയർ ലെവലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, പണി എടുത്തു കഴിഞ്ഞാൽ. കഴിഞ്ഞ സെഷൻ ഓർമ്മയുണ്ടായിരുന്നു, മിനിഞ്ഞാത്ത സെഷൻ. അതായത് നമുക്ക് ഓർമ്മയുണ്ടായിരുന്നോ? അതായത് ഇന്നലെയല്ല മിനിഞ്ഞാത്ത സെഷൻ. അതിലെന്താ നമ്മൾ പഠിപ്പിച്ചത്? ദ ഡിറ്റാച്ച്മെന്റ്. ഓർമ്മയുണ്ടോ? യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ എടുക്കേണ്ട പണി എന്താണോ അത് നമ്മൾ എടുക്കുക.
അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് എന്ത് ചെയ്യും? ലെറ്റ് ഗോ ദ റിസൾട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താ വെച്ചാൽ ആ റിസൾട്ട് എന്താ വെച്ചാൽ എന്താ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ ആ ലെറ്റ് ഗോ ചെയ്ത, ഡിറ്റാച്ച് ചെയ്ത രീതിയിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വെച്ചാൽ ഓക്കെ അത്ര പേര് വരും നമുക്ക് അറിയില്ല. ബട്ട് ഇത് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് എന്താ വെച്ചാൽ ലാസ്റ്റ് ഡേയ്സിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, ഒരു 100-ലധികം 100-ലധികം ആൾക്കാർ ഈ പ്രോഗ്രാമിലേക്ക് വരിക എന്ന് വന്നപ്പോ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതാണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യം നിങ്ങൾ വിചാരിക്കുന്നില്ല. യൂണിവേഴ്സ് വിൽ ഗിവ് യു. ഹലോ, യൂണിവേഴ്സ് വിൽ ഗിവ് യു. നിങ്ങൾക്ക് എന്താ വെച്ചാൽ യൂണിവേഴ്സ് എന്താ വെച്ചാൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നൽകും. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് യൂണിവേഴ്സ് നൽകും. അതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. ഹലോ, ഓക്കെ, ഷാഫി എന്ന് പറയുന്ന ആളിങ്ങനെ അൺമ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ദയവ് ചെയ്ത് എന്താ വെച്ചാൽ സഹകരിക്കുക. ഓക്കെ, അപ്പൊ യൂണിവേഴ്സ് എന്താ വെച്ചാൽ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മളിലേക്ക് എത്തിച്ചു തരും. ഇറ്റ് വിൽ മേക്ക് യു. അപ്പൊ ഇന്ന് പ്രോഗ്രാമിലേക്ക് ഇവിടെ ഈ ഒരു സെഷനിലേക്ക് വന്നിട്ടുള്ള എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ യു ബിലീവ് ഇൻ യുവർ സെൽഫ്, യു ട്രസ്റ്റ് ദ പ്രോസസ്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങള്, നിങ്ങളുടെ ആഗ്രഹങ്ങള്, നിങ്ങളുടെ സ്വപ്നങ്ങള് എല്ലാം നടക്കും. എവറിത്തിങ് വിൽ ഹാപ്പൻ. എല്ലാം റെഡി ആയിട്ട് വരും. പതിയെ പതിയെ വൺ ബൈ വൺ റെഡി ആയിട്ട് വരും. ദ തിങ് ഈസ് ലൈക്ക് യു നെവർ ഗിവ് അപ്പ്. യു നെവർ ഗിവ് അപ്പ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ എന്താ വെച്ചാൽ ഇത് വലിയ ചാലഞ്ചസ് കടന്ന് വന്ന് അതിൽ നിന്ന് തിരിച്ച് കയറി സംഗതികൾ നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കയറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്കത് ഭയങ്കര പ്രയാസമായിരിക്കും. പലപ്പോഴും നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് തോന്നി ഇത് എന്നെ കൊണ്ട് പറ്റുമോ, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെയൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അവരോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വറീഡ് ആവണ്ട. മനസ്സിലാവുന്നുണ്ടോ? വറീഡ് ആവേണ്ട ആവശ്യമില്ല. പതിയെ 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 നിങ്ങൾ അതിലേക്ക് എത്തും. യു വിൽ ട്രാൻസ്ഫർ. ദ തിങ് ഈസ് ലൈക്ക് കീപ് യുവർ എനർജി ഹൈ. ഇപ്പൊ നെക്സ്റ്റ് EFT പ്രോഗ്രാമിൽ വരിക, നിങ്ങളുടെ എനർജി ഹൈ ആക്കുക. എനർജി ഹൈ ആക്കി നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, എനിക്ക് ഇപ്പോൾ ഈ ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്നെ ഹെൽപ്പ് ചെയ്തത് EFT ആണ്. കാരണം EFT എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൂള് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി നമ്മൾ പറ്റ ഡൗൺ ആയി പോകും. ലൈക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ നന്നായിട്ട് ഡൗൺ ആയി പോയിരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ ഇരുന്നങ്ങ് ഹീൽ ചെയ്യും. ചിലപ്പോൾ എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റാത്ത സമയത്ത് വെച്ചാൽ ഐ വിൽ ഗെറ്റ് ദ ഹെൽപ്പ് ഓഫ് തെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പ് ചോദിച്ച് ചില സമയത്ത് നമ്മളെന്ന് വെച്ചാൽ നമുക്ക് ഹീലിംഗ് നമുക്ക് ചില സമയത്ത് സപ്പോർട്ട് വേണ്ടി വരും ചില സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ഇരുന്നിട്ട് ഹീൽ ചെയ്യും. അങ്ങനെ ഇരുന്ന് ഹീൽ ചെയ്ത് നമ്മളുടെ ഒരു എനർജി ഹൈ ആക്കി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ ഒരു പ്രോബ്ലം നമ്മൾ ഇങ്ങോട്ട് മറികടക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഫ്രീ ആവാം. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അതിലേക്ക് എന്താ വെച്ചാൽ അതിലേക്ക് ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മുടെ ട്രോമാസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് കിടക്കുന്നത്. അതേപോലെ നമ്മളുടെ മറ്റുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഓരോ ഡെയിലി ലൈഫിലെ എക്സ്പീരിയൻസും ഇതൊക്കെ നമ്മൾ ഡൗൺ ആക്കുന്ന പല സംഗതികളുണ്ടാവും, ഫാക്ടേഴ്സ് ഉണ്ടാവും, ചില വ്യക്തികളുണ്ടാവും. പക്ഷേ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഫീലിങ്സ് പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യുക. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളോടൊക്കെ എല്ലാവരും പറയുമെന്ന് വെച്ചാൽ നല്ല മനോഭാവം കൊണ്ട് നടക്കണം. എങ്ങനെ ഈ മനോഭാവം ഉണ്ടാക്കും? നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ മനോഭാവം കൊണ്ട് നടക്കും? ആം ഐ റൈറ്റ്? ഇതല്ലേ നമ്മുടെ കൺസേൺ. നല്ല പോസിറ്റീവ് തിങ്കിങ് വേണമെന്ന് പറയും അല്ലെ, മോട്ടിവേഷൻ. നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ എന്ന് വെച്ചാൽ പോസിറ്റീവ് നല്ല മനോഭാവം മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഒരാൾ പറഞ്ഞു തരാൻ എപ്പോഴും ഉണ്ടെങ്കിൽ ഓക്കെ. നമുക്കത് നമ്മുടെ പെയിനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനോഭാവം ഓട്ടോമാറ്റിക്കലി പെയിന് നമ്മളെ ഇങ്ങോട്ട് തിരിച്ചു വിടുകയാണ് ഏത് നെഗറ്റീവ് മനോഭാവത്തിലേക്ക്. യെസ് ഓർ നോ? ആ പെയിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു വഴി നമ്മൾ എടുത്തില്ല. അത് മനോഭാവം കൊണ്ട് മാത്രം സ്റ്റോപ്പ് ആവില്ല. അവിടെയാണ് നമ്മുടെ എന്താ പറയുക EFT ടാപ്പിംഗ് വരുന്നത്. നമ്മൾ എന്താ വെച്ചാൽ EFT ഉപയോഗിച്ചിട്ട് ടൂൾ ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്തിട്ട് ആ ഒരു ഫീലിംഗ് ഫ്ലഡ് ചെയ്യുന്നത്, ആ ഫീലിംഗ് വരുന്നത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. ആ എന്താ പറയാ, ആ ഫീലിംഗ് വരുന്ന ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നു, അതങ്ങോട്ട് കട്ട് ചെയ്യുന്നു, അതങ്ങ് ക്ലിയർ ചെയ്യുന്നു, ഹീൽ ചെയ്ത് എടുത്ത് കളയുന്നു. ഇതെടുത്ത് കളയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഹീലിംഗിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ്, പിന്നെ ഫീലിംഗ് പോസിറ്റീവ്, നമ്മൾ ഫ്രീ ആയി. ആ പ്രോബ്ലം അവിടെ സോൾവ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഫീലിംഗ് റെഡി ആയി. നമ്മുടെ ഫീലിംഗ് റെഡി ആയതുകൊണ്ട് വെച്ചാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കരുത്ത് നമുക്കുണ്ടാവും.
അത് സോൾവ് ചെയ്യാൻ പലപ്പോഴും പല ആൾക്കാർക്ക് ബിസിനസ് ഇഷ്യൂ. ആ ബിസിനസ് ഇഷ്യൂ നമുക്ക് എന്താ വെച്ചാൽ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡിലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് നമ്മളുടെ മൈൻഡ് ഒന്ന് നേരായിട്ട് കിട്ടണ്ടേ. മൈൻഡ് നേരായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളോ നമുക്ക് പലതും നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ഓൾറെഡി ഡൗൺ ആയി ഡെപ്സ്പായി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് എന്താ വെച്ചാല് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന ടൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് അപ്ലൈ ദിസ് ടൂൾ, ചേഞ്ച് യുവർ ലൈഫ്. മനസ്സിലാകുന്നുണ്ട്? അത് നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ വേ ഓപ്പൺ ആകും. വെരി ഗുഡ്. ഇക്ബാൽ ഖാൻ വഴി ഓപ്പൺ ആയിട്ട് വരും. എന്താണ് ഇക്ബാൽ ഖാന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇക്ബാൽ ഖാന്റെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? എന്താ ഫീൽ ചെയ്തത്? നല്ല തന്നെ സാർ. നല്ല ഗുഡ് നല്ല നൈസായിട്ടുള്ള പരിപാടി തന്നെയാണ്. നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും ഡെയിലി കുറച്ച് ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എക്സസൈസ് ആയാലും മെഡിറ്റേഷൻ ആയാലും ഡെയിലി കുറച്ച് സമയങ്ങളും അതിന് മാറ്റി വെക്കുക. ശരിക്കും അതിന്റെ റിസൾട്ടുകൾ വരും. പിന്നെ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുമ്പം നമ്മൾക്ക് ഒരു കാര്യം വഴി വന്ന ആ വഴിയിലെ കൂടി കൂടുതൽ ചിന്തിക്കും നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ അത് എത്തുമെന്ന്. അങ്ങനെ എത്താൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഫാന്റാസ്റ്റിക്. അപ്പം എന്തായാലും നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അടുത്തൊരു ഓഫ്ലൈൻ ഇവന്റ് വേറെ സെപ്പറേറ്റ് സംഗതികളൊക്കെ നമ്മൾ ഇനിയും പ്ലാൻ ചെയ്യും. അതേപോലെ തന്നെ പുതുതായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും പ്ലാൻ ചെയ്യും. മറക്കരുത്, നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് എന്തായാലും നിങ്ങൾ എല്ലാവരും വരിക. അപ്പോൾ ഇന്നത്തെ മെസ്സേജ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് തരാൻ പോകുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. യു ആർ സേഫ്, യു ആർ സേഫ്, യു ആർ സേഫ് എന്ന് പറഞ്ഞ് കൈവച്ചിട്ട് ആ ഒരു ഫീലിംഗ്, ആ ഒരു ട്രസ്റ്റ് നമുക്ക് കൊണ്ടുവരാം. ഐ ആം സേഫ്, ഐ ആം സേഫ്, ഐ ആം സേഫ്. ഞാൻ സേഫാണ്, ഞാൻ സേഫാണ്, ഞാൻ സേഫാണ്. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്, ബട്ട് സ്റ്റിൽ എനിക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ സേഫാണ്, ഞാൻ സേഫാണ്, ഞാൻ സേഫാണ്. മനസ്സിലാവുന്നു? ആ ഒരു ലെവലിലേക്ക് നമ്മളെത്താം. ആ സേഫ്റ്റി ഫീലിംഗ് വേണം. നമ്മൾ എപ്പോഴും നമ്മൾ പെയിനിലൂടെ കടന്നു പോകും. നമ്മൾ സേഫ് അല്ല, നമ്മൾ ഡേഞ്ചർ സോണിലാണ്, നമ്മൾ പ്രയാസത്തിലാണ്, നമ്മൾ കഷ്ടപ്പാടിലാണ്, നമ്മൾ ബുദ്ധിമുട്ടിലാണ്, നമ്മൾ വിഷമത്തിലാണ്. ഞാൻ ഇനി എന്താ ചെയ്യാം എന്നൊരു ഫിയർ സോണിലേക്ക് പോകാറുണ്ട്. ഫിയർ സോണിൽ നിന്ന് സേഫ് സോണിലേക്ക് വരണം. ഫിയർ ഫീലിംഗിൽ നിന്ന് സേഫ് ഫീലിംഗിലേക്ക് വന്നാൽ ആ ഒരു ഫീലിംഗിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ നമ്മളോടുള്ള ആ ഒരു സേഫ്റ്റി സംരക്ഷണം നമ്മൾ കൊടുക്കണം. അതെങ്ങനെയാണ്? നല്ല വാചകങ്ങൾ, നല്ല ചിന്തകൾ നമ്മളോട് പറഞ്ഞ് നമ്മളെ സേഫാക്കി നിർത്താം. അതായത് ഈ പ്രപഞ്ച ശക്തി എൻ്റെ കൂടെയുണ്ട്. ഈ പരീക്ഷണങ്ങളൊക്കെ ഞാൻ നേരിടുന്നുണ്ടെങ്കിലും ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ സേഫാണ്. ഐ ആം സേഫ്, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, I forgive myself completely, genuinely, sincerely, deeply. Yes or no? Yes? Nalla vannavarku ariyam? Yes or no? Are you feeling safe? Are you feeling protected? Are you feeling like, are you feeling loved? So feel that, experience that. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാം? ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാം. കണ്ടിന്യൂ ചെയ്യുക, ലേണിംഗ് കണ്ടിന്യൂ ചെയ്യുക, ടാപ്പിംഗ് കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ ജീവിതത്തിലേക്കുള്ള യാത്രകൾ, ആ പൊരുതാനുള്ള, ഫൈറ്റ് ചെയ്യാനുള്ള ഓരോ സ്റ്റെപ്സുകളും ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് പോകണം. ഐ ആം ഓൾസോ അലോങ് വിത്ത് യു. നിങ്ങളുടെ കൂടെ ഈ ഇത്രയും വലിയ ഉദ്യമം ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇറങ്ങിത്തിരിക്കുക. നിങ്ങളുടെ കൂടെ നമ്മളുണ്ട്. ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്, ടീമിനെ ബിൽഡ് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ വർക്ക് ചെയ്യുന്നത് ഒന്നും ഈസി അല്ല. ഞാൻ എൻ്റെ ജോലികൾ ഈസി അല്ല എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ജോലിയും ഈസി അല്ല. പക്ഷെ അതൊക്കെ ഈസി ആക്കണം, കുറച്ചുകൂടെ എളുപ്പമാക്കണം, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കണം, കുറച്ചുകൂടെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന, റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലേ? നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കണം. ഐ നോ ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് ലെറ്റ്സ് ഡു ദിസ്. It's an amazing experience. Okay, so thank you so much for joining. Wish you all the very best. Have a great day. Thank you so much. Thank you, sir. You're welcome. Thank you so much. Have a great day. Thank you so much.
താങ്ക് യു.